എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇത് കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിൽ കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന നെൽപ്പാടാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. അപ്പൊ ഞാനും ഉണ്ട്, ജോബിനും ഉണ്ട്. ഞാനും ജോബിനും കൂടെ ഉണ്ടല്ലോ. ജോബിനൊക്കെ ആക്ച്വലി ഇവിടെ ഒരു കണ്ടോണ്ടല്ലോ ജോബിനെ. കൊച്ചു കണ്ട പണ്ട് ഇതിലെ വണ്ടിയൊന്നും പോകത്തില്ല. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഓഫറൊക്കെ അടിച്ച് ഹെവി ടാസ്ക് ആണ്. അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ? പാടായിരിക്കും. അതുപോലെ വള്ളിക്കെട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ഓഫ് റോഡിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടോ, ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഒരു ഹിമാലയൻ ഉണ്ട്, പിന്നെ ഒരു ട്രയംഫ് ഉണ്ട്. ഇതാരാ ഇതെങ്ങോട്ടാ? എവിടെ പോയത്? ഇത് ചൂണ്ട ജിനോജ് ഫുള്ള് ചൂണ്ടയൊക്കെ ആയിട്ട് യേശുവാൻ എങ്ങോട്ടാ പോന്നെ? വണ്ടി ഓഫ് ചെയ്തേ പോലെ എങ്ങോട്ട്? മറ്റേ ഹിമാലയനും ഓഫ് റോഡ് കൊണ്ടുള്ള വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. ഇതുണ്ടോ ഞങ്ങളുടെ ഇത് റൈഡിംഗ് ഹെൽമെറ്റ് ഉണ്ടോ, ജാക്കറ്റ് ഉണ്ടോ, പിന്നെന്തോ? അപ്പൊ നമ്മങ്ങനെ പോകുന്നു അല്ലേ? നോക്കാം അല്ലേ? നമ്മൾ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ആക്ച്വലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും വഴി എല്ലാ വണ്ടിയും പോകും. ഇതിനും വഴി ആക്ച്വലി ആദ്യം അതെ അല്ലല്ല, ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ വരാൻ പറ്റുമോ നമ്മൾ അറിഞ്ഞത് ഏത് വണ്ടി വന്നേ പിന്നെയാ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച് ഈ ഒരു വണ്ടിയുടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ വണ്ടികൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം അവിടെ ചെല്ലുമ്പോഴേക്കും വഴി തിരിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും അല്ല, ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ഇത് വേണമെങ്കിൽ ഓക്കെ, ഒന്ന് പോയാലോ? ചൂണ്ട കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? വണ്ടി പോകും സൂപ്പറായിട്ട്. ഇതായിരിക്കും കുതിക്കുന്നത്. ഇത് സുഖമായിട്ട് പോകും. അപ്പൊ ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ആരെ ഫ്രണ്ടിൽ പോന്നെ? നമ്മളിപ്പോൾ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ സെറ്റ്. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അവിടെ ഒരു വരാലുണ്ട്. അയ്യോ, പണി പാളിയോ? ഓ, അടിപൊളി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് അടിച്ച മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നാടൻ വരാലെന്ന് പറയും. ഇത് കേട്ടോ ജോനെ, എത്ര നാളെ വരാല് കറി കഴിച്ചിട്ട്? 1.5 കൊല്ലം തോന്നുന്നു. ആണല്ലേ? അല്ല, ഞാൻ കറി കഴിച്ചിട്ട് അടുത്ത് കഴിച്ചായിരുന്നു. നമ്മൾ പിടിച്ച മീനെ കഴിച്ചിട്ട് കുറേ ആളായി. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം ഈ ഒരു സൈസാണ് വരുന്നത്. നമുക്ക് കുറേ നാൾ കൂടി കിട്ടിയോണ്ട് നമ്മൾ ഇതിനെ എടുക്കുവാണ്. ഞാൻ വേറെ സാധനം കാണിച്ചു. ഈ വരാലിൻ്റെ ഒക്കെ മീനുകളുടെ ദേഹത്തുള്ളൊരു പേനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുണ്ടോ, ഇത് ഈ ചികളക്കകത്ത് നിന്ന് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഇവനെ എടുത്ത് ഐസ് ബോക്സിൽ ഇടുവാണ്. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് ഇറങ്ങുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോബിൻ്റെ ചിറയിൽ എത്തിയിട്ടില്ല. ജോബിൻ്റെ ചിറ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ ആണ്. പോയി നോക്കാം. എന്താണെങ്കിലും നമ്മൾ ഇവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് മീനിനെ സേഫ് ആയിട്ട് വെക്കാം. കറക്റ്റ് മീൻ വെക്കാനുള്ള സ്ഥലം. സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 3 പേര് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. വിനോദം എങ്ങനെയുണ്ട് യാത്ര? അല്ലേ? ഇത് സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ വണ്ടിയിൽ ഒരു കാര്യമല്ലോ കേട്ടോ, നമുക്കുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ ഇവനെ? അപ്പോൾ ചൂണ്ട സ്റ്റാർട്ട് ചെയ്താലോ? മോട്ടർ വേണ്ട.
ഇതങ്ങനെ ഫൈനലി നമ്മൾ കടവിലെത്തിയിട്ടുണ്ട്. ജോബിനാണെങ്കിൽ വള്ളം ഇങ്ങനെ അടുപ്പിക്കുകയാണ് കേട്ടോ. നീ ഇതിരട്ടത്തിൽ നമ്മൾ ബൈക്ക് ഓടിച്ച് പോയിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരിക്കും? ഈ പറമ്പിൽ ആദ്യമായിട്ടാണ് ബൈക്ക് വരുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ബൈക്ക് വരുന്നത് കേട്ടോ. ഇത് ജോബിന്റെ വീടിരുന്ന സ്ഥലമാണ്. കാണിച്ചത് നമ്മുടെ വീടിന്റെ സ്ഥലം കേട്ടോ. പണ്ട് ഇവിടെ എത്ര വർഷം മുമ്പ് ഏകദേശം? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ അല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ അങ്ങോട്ട് പോകുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ? അപ്പൊ എങ്ങനെയാ 15 വർഷമാണ്? എത്ര വർഷം കൂട്ടിക്ക്? 5ാം ക്ലാസ് 20 വർഷം. 20 വർഷമായി ജോബിനൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതാണ് ജോബിന്റെ വീട്ടിൽ ചേറ. ഇപ്പൊ കണ്ടത്തി കൃഷിയായിട്ട് നെല്ലൊക്കെ കയറി നിൽക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതുണ്ടോ, ആ സൈഡിലാണ് അസ്തമയം കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് ചെമ്മാനം കയറി ഇങ്ങനെ നിൽക്കുവാണ്. എന്നാ കോമ്പിനേഷൻ നോക്കിക്കേ. ലൈറ്റ് പോയെങ്കിൽ നല്ല ഭംഗിയാണ്. ഏതാ ഇവനെ കണ്ടോ ഈ കൃഷി ചെയ്തേക്കുന്നേ? കഴിയുമ്പോൾ നമുക്ക് ഈ മറ്റേ മോട്ടോർ വെച്ച് മീൻ പിടിക്കാൻ പറ്റുമോ? ഈ മോട്ടോർ വെച്ച് മീൻ പിടിക്കാൻ പറ്റുമോ? ആണോ? അപ്പൊ നമുക്ക് മീൻ പിടിക്കാൻ വന്നാലോ? ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യട്ടോ. ജോബിന്റെ ചിറയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത് ഈ ഒരു ചിറ വറ്റിച്ച് മീൻ പിടിക്കുന്ന വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്ക് വീട്ടിലോട്ട് പോയാലോ? മീനിന്റെ പാത്രം ഞാൻ വൈക്കാൻ വെച്ചു. എല്ലാവരും കൂടെ വന്നിട്ട് മീനെ കാണിക്കാം. ചാടാതെ. എന്തൊരു ബഹളം. എല്ലാവരും കൂടെ അങ്ങനെ മനസ്സിലായി. എല്ലാവരും കൂടെ വരുമ്പോഴേക്കും കാണിക്കാം മീനിനെ. അന്ന് വരാലിനെ പിടിച്ചപ്പോ നീ ഇല്ലായിരുന്നല്ലോ. വരാലിനെ കാണണോ? അങ്കിള് വരാലിനെ കണ്ട് എത്ര നാളായി? ഞാൻ വരാലിനെ കണ്ടിട്ട് ഒത്തിരി കാലമായി. നെയ്യാർ ഡാമിൽ ഇപ്പൊ വരാല് കിട്ടുന്നില്ല. ഇവൻ ഇവിടെ നോക്കി. ആരുടെ മടിയിലാ കയറി ഇരിക്കുന്നേ? ഒന്ന് ചിരിച്ചു കാണിച്ചേ. ജോബിൻ മറ്റേ തീറ്റ കൊടുത്ത് വളർത്തിയ മീനാ. ഇത്രയുണ്ട്. നമുക്ക് എല്ലാവർക്കും അന്ന് കിട്ടിയേക്കാളും വലുതല്ലേ? അല്ലല്ല, വരാല. നമുക്ക് അന്ന് കിട്ടിയേക്കാളും വലുതല്ലേ? ഒന്ന് എടുത്ത് കാണിച്ചപ്പേ. നല്ല ആരോഗ്യമുണ്ട് കേട്ടോ. അമ്മ ഇതിന് എന്നാ അമ്മ ചെയ്യുന്നത്? കറി വെക്കുവാണോ വറക്കുവാണോ എന്നാ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ പെട്ടെന്ന് മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനിലേക്ക് ആവശ്യത്തിന് അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ആണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് മസാല വെച്ച് പിടിപ്പിക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ആവുന്ന പരുവത്തിനാകും കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടല്ലോ, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് വരാനായിട്ട് മാക്സിമം ഒരു 10 മിനിറ്റ് മതി. അപ്പം മമ്മിയാണെങ്കിൽ നമ്മുടെ മീനിനെ നല്ല അടിപൊളിയായിട്ട് മറച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈ ആകും അല്ലേ മീൻ?
ഇപ്പൊ സമയമുണ്ടല്ലോ 4 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ കാപ്പിക്കുള്ള സ്നാക്സ് ആണ്. മമ്മിയാണെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതേ വരാല് വറുത്തത്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും സ്നാക്സ് ആയിട്ട് വരാല് കഴിക്കുന്നത് അല്ലേ? എന്റെ ഐഡിയ ആയതുകൊണ്ടല്ല, ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസം ആയതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല. ഇന്ന് തന്നെ മീനിനെ അങ്ങ് വറുത്തു. ഇതേ കണ്ടല്ലോ, ചിരിച്ചു കാണിച്ച് ക്യാമറ പിടിക്കാതെ ചിരിച്ചു കാണിച്ച്. ക്യാമറ പിടിക്കാതെ ചിരിച്ച്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് ഇന്ന് വരാല് വറുത്ത കൊടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ടിങ്കർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയടാ. നിനക്ക് ഇച്ചിരി മീൻ വറുത്ത തരട്ടെ. ആരാ ആദ്യം ടേസ്റ്റ് ചെയ്തേ? ഓ അത് ശരിയാണ്, നീ ഇതൊരു വരാല് കഴിച്ചിട്ടില്ല. ഇന്ന് കഴിച്ചു കഴിക്കും. 5 നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ എണീറ്റ് വന്നതാണ്. നല്ലതാണോ? ആണോ? എന്നാ ഇനി എല്ലാവരും കഴിച്ചോ. ഇവിടെ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാ. നിനക്ക് തരട്ടേടാ ഇച്ചിരി വരാല് വറുത്തത്. ഇത് കണ്ടല്ലോ. അപ്പം വരാല് ജസ്റ്റ് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട അത് തന്നെ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ചെയ്തിട്ടുണ്ടല്ലോ, മീൻ വറുത്തതും കട്ടൻ ചായയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ അടുത്ത വീഡിയോ പുറകെ വരുന്നത്. അടുത്ത ഫിഷിംഗ് വീഡിയോ വേണോ, അതുപോലെ നമ്മുടെ കുളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോ വേണം, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. കൊച്ചും പറഞ്ഞോട് കമന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ബൈക്കുകളുമായിട്ട് ബൈക്ക് മാറ്റാം. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് ചേട്ടൻ്റെ പേരിനായിരുന്നു റെന്നി എന്നാണ് ആളുടെ പേര്. ചേട്ടൻ്റെ വീട് അവിടെയാണല്ലേ? ഓക്കെ, താങ്ക്സ് ചേട്ടാ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് കുടിക്കുന്നു. ഇത് മംഗളം പേപ്പറിലുണ്ട്. അപ്പം ഈ ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ 3-4 ദിവസമൊക്കെ ആകുമ്പോൾ കയറിയിടും. ചെറുത് 2 ആയതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ ഒരു കൂട്ടുണ്ടാക്കി കൂട്ടിനകത്ത് ഇടുക. വയറ് നിറഞ്ഞോടാ, വയറ് നിറഞ്ഞോടാ, വയറ് നിറഞ്ഞോ, വയറ് നിറഞ്ഞോ. നല്ല അടിപൊളി അന്തരീക്ഷം, നല്ല ഈവനിങ്. ആർക്കെങ്കിലും കാപ്പി ചായ എന്തെങ്കിലും വേണം? എന്നാ വേണ്ടേ? ചായ എനിക്ക് വേണം ചായ. ഈ പണ്ട് എവിടെ നോട്ടാ? ഇത് വീട്ടിൽ നിന്ന്.